കാലത്ത് പറഞ്ഞല്ലേ, ഞങ്ങൾ ചോദിക്കുന്നത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോന്നാണ്. എന്നാ ഞാൻ പറയട്ടെ, ഞങ്ങൾ സ്ഥിരമായി ബന്ധപ്പെടുന്ന പല നേതാക്കളുമുണ്ട്. അവര് അവരുടെ ശബ്ദം ഇപ്പോൾ ഞങ്ങൾ കേൾപ്പിക്കുന്നില്ല. ആവശ്യമായ സമയത്ത് കേൾപ്പിക്കാം ഇൻഷാ അല്ലാ. ഞാൻ പറയുന്നത്, ഞങ്ങൾ ആദർശ മുന്നേറ്റത്തിന്റെ ഓരോ പ്രോഗ്രാമുകളിലേക്കും പോകുമ്പോ പലരെയും വിളിച്ച് സമ്മതം തേടാറുണ്ട്. അതിൽപ്പെട്ട ഒരു തങ്ങളായിരുന്നു മഹാനായ യൂസുഫുൽ ജീലാനി തങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ മൂപ്പർക്ക് വിളിക്കലുണ്ട്, മൂപ്പരൊക്കെ നിങ്ങളെ പുറത്താക്കിയല്ലേ. എന്നാ കേട്ടോ, 1-2 സംസാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. കാരണം അത് നിങ്ങൾ അറിയണം. യൂസുഫുൽ ജീലാനി തങ്ങൾ ഞങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല. ഹാഫിദ് ഉസ്താദിനെ കുറിച്ച് കാട്ടുവള്ളൻ എന്ന് പറഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞേ. മോനെ, നിങ്ങൾ അത് പറയുന്നത് ഞങ്ങൾക്കറിയാം. എന്താണ് ആ പറഞ്ഞത്, എന്തിനാണ് അത് ആ പറഞ്ഞത്, ഏത് രൂപത്തിലാണ് പറഞ്ഞത്, ഓരോന്നും തങ്ങളവറുകൾ നൽകുന്ന വിശദീകരണം മണിമണിയായി ഞങ്ങളെ കൈകളിലുണ്ട് കേട്ടോ. ഇല്ലാതെ ഞങ്ങൾ ഈ കളിക്ക് ഇറങ്ങിയിട്ടില്ല. അതൊക്കെ ഇറങ്ങിയതാ, മനസ്സിലാക്കിക്കോളൂ. ഓരോന്നും നിങ്ങൾ ഇന്ന് ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സയ്യിദ് അവറുകൾ ഞങ്ങൾക്ക് വിശദീകരണം തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത് എപ്പോൾ പറയണമെന്ന് വരെ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങളെ കൂടെ നിന്നത് എന്തിനാന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചർച്ച വരട്ടെ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണല്ലോ. ഡോസ് 1 തരാ. ഞങ്ങൾ ആദർശ മുന്നേറ്റത്തിന് വേണ്ടി പോകുമ്പോൾ തങ്ങളെ വിളിച്ച് സമ്മതം, ഇത് മാത്രമൊന്നല്ല, എന്റെ കോളും അതേപോലെ ഞങ്ങളൊക്കെ ഓൾറെഡി മുഴുവനായിട്ട് എല്ലാ കോളും റെക്കോർഡുള്ള ഫോണുകളെ ഉപയോഗിക്കുള്ളൂ. കാരണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചതുകൊണ്ട്. ഇപ്പൊ ഞങ്ങള് താജുൽ ഉലമയും ഒക്കെ ഞങ്ങളാളാന്ന് പറഞ്ഞപ്പോ എന്റെ ആളോ നിങ്ങളാളോ എന്ന് നിങ്ങൾ സംശയിപ്പിച്ചപ്പോ ഞങ്ങളെ ഫോണിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചത് തങ്ങളവറുകളെ നേരത്തെയുള്ള നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് കേൾപ്പിക്കേണ്ടി വന്നു. തങ്ങളവറുകളോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ തങ്ങളവറുകൾ വിളിച്ച കോളാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. ഞാൻ ആദർശ മുന്നേറ്റത്തിന് പോവുകയാണ്. സ്ഥലമൊക്കെ പറയുന്നുണ്ട്. തങ്ങളെ നോക്കണം. അധിക പരിപാടി പോകുമ്പോഴും പറയാറുണ്ട്, പലരോടും പറയാറുണ്ട്. വലിയ വലിയ ആളുകൾ അതിലുണ്ട്, മുശാവറ നേതാക്കളുണ്ട്, ഒക്കെ ഉണ്ട്. അതിന്റെ സാമ്പിളാണ് ഇപ്പോൾ പൊട്ടിക്കുന്നത്. കേട്ടോളൂ. തങ്ങളവറുകൾ വ്യക്തമായി അതിൽ പറയുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഞാനാണോ അത് നടത്തുന്നത്, ഞാനത് ചെയ്യിക്കുക തന്നെയാണ്. നിങ്ങൾ ദീന് കൈകാര്യം ചെയ്തോളൂ. ദീന് കൈകാര്യം ചെയ്യലാണ് നിങ്ങളുടെ പണി. ശരിക്ക് കേട്ടോ. വന്നിരായ തങ്ങളവറുകളുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. വിഷയത്തിൽ അദ്ദേഹത്തെ കണ്ടാല് ഒരാളോട് പറയാൻ പറ്റും. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. അഷാദാസിനെയാണോ അപ്പ? ആ മോനെ, എവിടെ എത്തി? വളരെ റാഹത്തായി പോകുന്നുണ്ട്, ഉഷാറായിട്ട്. അൽഹംദുലില്ലാ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഓക്കെ പാപ്പ. പിന്നെ ഓരോന്ന് ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വെച്ചിട്ട് ഇടയ്ക്ക്. വേണ്ട വേണ്ട വേണ്ട. മൊത്തത്തിൽ സമ്മതം ഉണ്ടല്ലോ. മൊത്തത്തിൽ സമ്മാനം ഞാൻ ചെയ്യിക്കാനാണ്. അൽഹംദുലില്ലാ. ഞാനേ ഇവിടെ ചെമ്മാട് വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. എവിടെ ഇങ്ങക്ക് പറയാം? ഇൻഷാ അല്ലാഹ്. ഇന്ന് ഐക്കരപ്പടിയാണ്, നമ്മളെ പുത്തൂപ്പാടം ഇക്കാസമൂല സ്ഥലത്താണ്. പസമൂലയുടെ വഴിയൊക്കെ ഒന്ന് ഉഷാറായി പറയണല്ലോ. തീർച്ച. അബ്ദുള്ളനൊക്കെ കൊടുന്ന് SFA ഇപ്പൊ ഇവിടെ കോഴിക്കോട്ട് പരിപാടി ഒന്നിച്ചിരുന്ന് പരിപാടിയൊക്കെ നടത്തില്ല. അതൊക്കെ ഒന്ന് പറയാണ്ട് ഉഷാറായിട്ട്. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. നമ്മളെ കുത്തുബുല്ലാലമും ഒരു പഠിപ്പിച്ച വഴി ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആ വഴി പിടിച്ചോളി. ഇൻഷാ അല്ലാഹ്. പാപ്പ നോക്കിയാ മതി, ബാക്കിയൊരു പ്രശ്നമില്ല. ആ വഴി എന്നെ നിങ്ങൾ പിടിച്ചോളി. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ബാക്കി ഇങ്ങനെ നോക്കി നിന്നാ മതി. ഇൻഷാ അല്ലാഹ് കേട്ടോ. നിങ്ങളായിട്ട് നിങ്ങൾ അതിന്റെ ആളാ. ഇൻഷാ അല്ലാഹ്. നമ്മക്ക് നിങ്ങളെ കൊണ്ട് കാര്യമൊന്നും വേണമെന്നില്ല. അതന്നെ എനിക്ക് തിന്നാൻ അള്ളാഹുത്താല വേറെ തരുന്നുണ്ട്. അതന്നെ. നിങ്ങൾ ദീന് കൈകാര്യം ചെയ്തോളി. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. അപ്പൊ പാപ്പനാല് ദ്വാരക്ക് കേട്ടോ. ആരാ ഇത് സംസാരിച്ചത്?
നിങ്ങളുടെ സുപ്രീം കൗൺസിൽ നേതാവ് ആദർശ മുന്നേറ്റത്തിന് പോകുമ്പോ നിങ്ങൾ കൈകാര്യം ചെയ്തോളി, ഞാനത് ചെയ്യിക്കുക തന്നെയാണ്. നിങ്ങൾ എത്ര കോള് വരാണ്ട് നിങ്ങളെ വലിയ ആളുകളാ വിചാരിച്ചോലൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. നിങ്ങൾക്ക് തിരിഞ്ഞോ? ഒന്നുകൂടി വെച്ചെടുക്കും മോനെ. ഇതെത്ര ഉണ്ട് നിങ്ങള്? എത്ര ഉണ്ട്? കാട്ടുകള്ളനെന്ന് നിങ്ങൾ പറയിപ്പിച്ച പിറ്റേ ദിവസം തങ്ങൾ എന്നെ വിളിക്കുന്നുണ്ട്. മോനെ, ഞാൻ എന്തിനാണ്, ഏത് രൂപത്തിലാണ്, ഏത് കോലത്തിലാണ് പറഞ്ഞത് എന്ന് വ്യക്തമായി ഞങ്ങളെ കയ്യിലുണ്ടായതുകൊണ്ടല്ലേ ഞങ്ങൾ ഇറങ്ങി കളത്തിൽ കളിക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടി ഉഷാറായി പറ. സുലൈമാൻ ഉസ്താദിന്റെ കൂടെയാവണമെന്നല്ലേ? അതിന്റെ മയന എന്താണ്? സുലൈമാൻ ഉസ്താദ് ആരെ കൂടെയാണ്? എല്ലാം തങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കൂടുതൽ ഇടപെട്. രണ്ടെണ്ണം ആ ഉദാഹരണത്തിന് തരികയാണ്. എന്നിട്ട് നിങ്ങൾ ഇടപെട്ടിട്ട് അതിന്റെ ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാ. ചിലര് പറയും എപ്പോഴല്ലേ നിങ്ങൾ വിട്ടത്, ഞങ്ങൾക്ക് എപ്പോഴാ വിടേണ്ടത് എന്നും തങ്ങൾ പറഞ്ഞെന്ന് കിട്ടും കേട്ടോ. എല്ലാം പറഞ്ഞത്. ഇതൊരു തങ്ങളൊന്നുമല്ല, ഒരുപാട് തങ്ങന്മാർ. പിടിച്ചോളൂ. ഒന്നുകൂടി കളിപ്പിച്ചോളൂ. ഒന്നുകൂടി കളിക്കട്ടെ. അതിന്റെ ആദ്യം കുറച്ചും കൂടെ സമയം വെക്കണ്ട. ഹലോ, അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. റാത്തല്ലേ നൗഷാദാസിനെ? ആ മോനെ, എന്തൊക്കെയാ ഇവിടെ കൊടുവള്ളിയിൽ നിന്ന് പോന്നോ? ഞാൻ കൊടുവള്ളിന്ന് പോന്നു മോനെ. റാത്ത് ചെറിയപ്പുണ്ടാവില്ലേ കൂടെ? ചെറിയപ്പൊക്കെ പോയി. പോയോ? വരികെത്തിയോ? അവര് കുന്നമംഗലത്തുനിന്ന് പോയില്ലേ? അവര് അങ്ങനെയാണ് പോയിണ്ടാവും. ആയിക്കോട്ടെ. ഞാൻ വേറെ വണ്ടിക്ക് പോന്ന്. ആയിക്കോട്ടെ. നാളെ ഞാന് പുത്തൻതാണി പരിപാടിയാണ്. തങ്ങളാപ്പാന് സമ്മതാക്കാൻ വേണ്ടി വിളിച്ചതാ. തീർച്ച നിങ്ങക്ക് ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. നിനക്കോ? ആയിക്കോട്ടെ. കുത്തുബുല്ലാലമിന് അതേപോലെ പറഞ്ഞ എല്ലാവർക്കും നന്നായി കൊടുക്കൂട്ടോ മോനെ. അതിന് രണ്ടാം കയ്യും പ്രസ്ഥാനം ചെല്ലോ. 11 ആൾ തീരുമാനിച്ചതല്ലേ അതന്നെ. എല്ലാ നിലക്കും ആ തീരുമാനം ഇവിടെ നടപ്പിൽ വന്നിട്ടില്ലല്ലോ. ഇല്ല. അപ്പം അതിന് താല്പര്യം ലക്ഷ്യം ഇന്നതായിരുന്നു എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതന്നെ. ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇൻഷാ അല്ലാഹ് നിങ്ങളുടേതായ സ്ഥാനത്തുകൾ പ്രവർത്തിച്ചു. ഞങ്ങള് ശക്തായിട്ടുണ്ട്. നമ്മള് പിന്നെ പാപ്പ മുഴുവനും സമ്മതം തന്നാണല്ലോ ഈ വിഷയത്തിൽ പറയാൻ. യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല ആ തെരുവിലും. നമ്മൾക്കിപ്പോ രണ്ട് വിഷയം. ഒന്നിപ്പോ മുത്തുനബിയുടെ വിഷയം നേരിണ്ട് പറഞ്ഞാല് നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ. ഒന്നത്. പിന്നെ മൊയ്ജിദത്ത് മുറിയ, അതേപോലെ തന്നെ കുത്തുബുല്ലാലമല്ല, സെയ്ഖല്ല, മുറബിയല്ല, ഇതൊക്കെ എന്തായാലും പഠിപ്പിച്ചേ പറ്റുള്ളല്ലോ. എന്തായാലും ലോകത്തിൽ നിങ്ങൾ പഠിപ്പിച്ചോളും. ദീർഘായുസ്സും ആഫിയത്തും നിങ്ങളിലുണ്ട്. അൽഹംദുലില്ലാ. എന്ത് നമുക്ക് പാപ്പറ്റുള്ളൂ കേട്ടോ. അല്ല, ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എ.പി. ഉസ്താദിനിക്കോ ഇക്കോ അസം മുസ്ലിയാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കോ നൗസാദ് ഹസനിയുമായി നേരിടാൻ കഴിയൂലെന്ന് എന്നെ പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞത്. അൽഹംദുലില്ലാ. പാപ്പൻ നോട്ടുണ്ടായാൽ മതി. അപ്പൊ കുത്തുബുല്ലാലമുണ്ടാവുമല്ലോ. അത് രണ്ടായി പിളർന്ന എക്കാലം വരെ നൗസാദിനിക്കല്ലാതെ ആർക്കും കഴിഞ്ഞിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എനിക്ക് പറഞ്ഞാൽ അന്ന് എന്നോട് പറഞ്ഞല്ലോ സുലൈമാൻ ഉസ്താദിന്റെ യഥാർത്ഥ കുറ്റങ്ങൾ തന്നെയാണ് എന്നാണല്ലോ അന്ന് എന്നോട് പറഞ്ഞേ പാപ്പ. ആ ഒരു യഖീനിലെ അമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെ മുതൽ പുത്തനത്താണി ഉഷാറാക്കി പ്രവർത്തിച്ചോടെ. ഇൻഷാ അല്ലാഹ്. ആരിപ്പെടണ്ട. ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. എന്നാ പിന്നെ ദ്വാരിക്കില്ല പാപ്പ. ആരാങ്ങളായിട്ട് നേരെയുള്ള വന്നോട്ടെ. ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഇങ്ങനെ എത്ര ആളുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചേ? ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഞങ്ങളത് പുറത്തുവിട്ടാൽ നാളെ നിങ്ങൾ പോലെ മെമ്പർഷിപ്പ് കട്ടാക്കും. നാളെ നിങ്ങൾ പോലെ സയ്യിദല്ലെന്ന് പറയും. പറഞ്ഞില്ലേ? പൂക്കോയത്തങ്ങളെ സംബന്ധിച്ച് സയ്യിദല്ലെന്ന് പറഞ്ഞു. എന്തെല്ലാം പറഞ്ഞു. അപ്പൊ അതിന് സമയങ്ങളുണ്ട്. മനസ്സിലായല്ലോ? ഇത് രണ്ടെണ്ണം മാത്രം. ഇത് 25-ലും 30-ലൊന്നും ഒരുങ്ങൂല. നിങ്ങൾ എന്തൊക്കെ പോയിന്റ് ഇതിനെതിരിൽ കൊണ്ടുവന്നോ അതിന് മുഴുവനും മറുപടി പറഞ്ഞിട്ടല്ലാതെ മഹാനായ തങ്ങളവറുകൾ വഫാത്തായി പോയിട്ടില്ല. അതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കുറച്ച് എടങ്ങാറാവുകയും തങ്ങളങ്ങളൊന്ന് തള്ളു. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? ഇനി അടുത്ത പിടിച്ചു. ഇൻഷാല്ലാഹ് അവിടെ നിൽക്കട്ടെ. ബാക്കി ഓരോ നേതാക്കളുണ്ട്. വലിയ വലിയ ആളുകളുണ്ട്, മുഷാവറുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങളെ കൂടെ അതിനൊക്കെ ഞാൻ മറുപടി പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. ഇതാദ്യത്തെ ഡോസ് മാത്രമാണ്. ഒന്ന് കൂടുതലായി ഞാൻ നാളെ ഉള്ളാടത്ത് തരുന്നുണ്ട്. ഓരോ ഡോസ് ഇങ്ങനെ എല്ലാം കൂടി തന്നങ്ങൾക്ക് താങ്ങാൻ കഴിയൂല. അതുകൊണ്ട് ഞങ്ങളെ കപ്പാസിറ്റി മനസ്സിലാക്കി ഓരോന്ന് പടിപടിയായിട്ട് തരികയാണ്. വലുതൊക്കെ ഒരുപാട് വരാണ്ട്.
എത്രയോ മിനിറ്റുകൾ നിലനിൽക്കുന്ന കോളുകൾ തന്നെ ഉണ്ട്. എല്ലാ വിഷയവും അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആദർശ മുന്നേറ്റം എന്നത് ഏതോ രണ്ടാൾ മാത്രം നടത്തുന്നതാണെന്ന് മനസ്സിലാക്കണ്ട. നിങ്ങൾ നേതാവായി വച്ച പലരും ഇത് അംഗീകരിച്ചും ആശീർവദിച്ചും ഞങ്ങളെ കൂടെയുണ്ട് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക.